ഹായ്. അപ്പോൾ ഇന്നലെ ഞാനും ചേച്ചിയോട് പൊന്നൂനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. പൊന്നൂന് നല്ല പനിയായതുകൊണ്ട് അവളെ പഠിക്കുന്നിടത്തുനിന്ന് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്ന് നേരെ പാലക്കാട്ടേക്ക് ബസ് കയറിയിട്ട് ആ യാത്ര കൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സർബത്തൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നപ്പോൾ അവിടെ കണ്ടോ ഫേമസ് ആയിട്ടുള്ളൊരു മോട്ടിവേറ്ററാണ് കേട്ടോ ആൾ, അഭിഷേക് രാജ് എന്ന് പറയും. അപ്പോൾ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളായിട്ട് സംസാരിച്ച് ഞങ്ങളൊക്കെ ഓരോ ചായ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ വീണ്ടും ട്രെയിനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ കയറിയിരുന്നിട്ട് ചേച്ചി വേറൊരാൾ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഞങ്ങൾ കഴിഞ്ഞിട്ട് കോയമ്പത്തൂരേക്ക് എത്തി. കോയമ്പത്തൂരായിരുന്നു കേട്ടോ. കോയമ്പത്തൂരേക്ക് അവളെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊന്നൂനെ. അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ് ഞാനും ചേച്ചി, അവളെ എപ്പോഴാണ് കാണുക എന്നുള്ളൊരു ടെൻഷനിലാണ്. ഒറ്റയ്ക്ക് സുഖമില്ലാണ്ട് വരികയാണല്ലോ, അപ്പോൾ ആ ഒരു പേടിയിലായിരുന്നു. അവളിങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോവാതിരുന്നത്. അങ്ങനെ പൊന്നി എത്തിയിട്ട് ഒരു ട്രെയിൻ വന്നപ്പോൾ അവൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക.